ഈ കാണുന്ന മോഷൻ ഗ്രാഫിക്സ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മോഷൻ ഗ്രാഫിക്സ് തന്നെയാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ പോലെ വേറൊരു ടൈപ്പ് ഓഫ് മോഷൻ ഗ്രാഫിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ കോമ്പോസിഷനിൽ കയറിയിട്ട് ഞാനിവിടെ മോഷൻ ഗ്രാഫിക്സ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. മോഷൻ ഗ്രാഫിക്സ്. ഓക്കെ ഓക്കെ എടുത്തു. സോ ഇതാണ് നമ്മുടെ പുതിയ പേജ്. സോ നമുക്ക് പുതിയ ടൈപ്പ് ഓഫ് മോഷൻ ഗ്രാഫിക്സ് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ റെക്റ്റാങ്കിൾ ടൂള്, ഷേപ്പ് ലേയേഴ്സിലുള്ള നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ കൺട്രോൾ ഓൾട്ട് ഹോം അടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പിവോട്ട് പോയിന്റ് കറക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ലെയർ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അതായത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഓഫ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ ആണ്, കാണാമല്ലോ. അതിൻ്റെ അകത്ത് റെക്റ്റാങ്കിൾ പാത്ത് ഉണ്ട്, ഫില്ലുണ്ട്, സ്ട്രോക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മോഷൻ ഗ്രാഫിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രിം പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ട്രിം പാത്ത്, അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രിം പാത്ത് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒരു ലെയർ ഇതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് ആവും. ഷേപ്പ് ലെയറിൻ്റെ അകത്താണ്. ഷേപ്പ് ലെയറിൻ്റെ അകത്ത് ട്രിം പാത്ത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിം പാത്തിൻ്റെ അകത്ത് ബേസിക്കലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ട്, ഒരു എൻഡ്, ഒരു ഓഫ്സെറ്റ്. അപ്പം നമുക്ക് ഓരോന്ന് എന്താണ് നോക്കാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഏരിയയിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഓവർലേ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഓവർലേ അങ്ങ് ഓഫ് ആക്കാം. അതായത് കാണാമല്ലോ, ഈ ഒരു ഓവർലേ കിടപ്പുണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ടോഗിൾ മാസ്ക് ആൻഡ് ഷേപ്പ് വിസിബിലിറ്റി അങ്ങ് ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് ഏരിയയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് വെച്ചൊരു ബേസിക് അനിമേഷൻ ചെയ്യാം. സ്റ്റാർട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഓഫ്സെറ്റിനെയും കൂടെ ഞാൻ സ്വല്പം ഒന്ന് നീക്കാം. ഓഫ്സെറ്റ് നീക്കിയത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എവിടെ വെച്ച് ഓഫ്സെറ്റ് ആവണമെന്നാണ് നോക്കുന്നത്. ഈ ഓഫ്സെറ്റാണ് ഇവിടെ ഇറങ്ങുന്നത്. ജസ്റ്റ് ഓഫ്സെറ്റിനെ നമുക്ക് നടുക്ക് വെച്ചിട്ട് നമുക്ക് എൻഡിനെ സ്വല്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇത് എൻഡിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഓഫ്സെറ്റിനെ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രെയിം ഇങ്ങനെ വെച്ചു. ഓക്കെ, എനിക്ക് റെക്റ്റാങ്കിൾ ഇങ്ങനെ ഒരു ചെറിയ ഡോട്ടഡ് ആയിട്ട് വന്നിട്ട് അത് റെക്റ്റാങ്കിൾ ആവുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇങ്ങനെ വന്നിട്ട് റെക്റ്റാങ്കിൾ ആവുക. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ടിലൊരു കീ, എൻഡിലൊരു കീ, ഓഫ്സെറ്റിലൊരു കീ. കാരണം ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് കീ ഇടുക. അതിനുശേഷം ഞാൻ ഇതിനെ സ്വല്പം ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഏരിയക്കകത്തോട്ട് വന്നിട്ട് നമുക്ക് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്. സ്റ്റാർട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഓഫ്സെറ്റ് സ്വല്പം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എൻഡിന് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ചെറുതാക്കുക. ഓക്കെ, എന്നിട്ട് ഓഫ്സെറ്റിനെ സ്വല്പം ഒന്ന് ചെറുതാക്കി. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് കീ. രണ്ടാമത്തെ കീ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഞാനതിനെ ഓഫ്സെറ്റിനെ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഓഫ്സെറ്റ് ഇങ്ങനെ തിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഓഫ്സെറ്റ് കൊടുക്കാം. ഓക്കെ, സ്വല്പം വീണ്ടും നീക്കുക. ആ ഓഫ്സെറ്റിനെ നമുക്ക് സ്വല്പം ഒന്ന് താഴോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് എൻഡ് സ്വല്പം നീക്കാം. ഓക്കെ, വീണ്ടും ഓഫ്സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബേസിക് അനിമേഷൻ ആയിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതാ കാണാമല്ലോ, ഇങ്ങനെ ഒരു ബേസിക് അനിമേഷൻ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇതിൽ വന്നിട്ട് ഞാൻ വീണ്ടും എൻഡിനെ സ്വല്പം ഒന്ന് വലുതാക്കി. അതേപോലെ സ്റ്റാർട്ട് അനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ അനിമേഷൻ ബേസിക്കലി എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ബേസിക് അനിമേഷനാണ് ഇതിന് ഇടുന്നത്. ഓക്കെ, വീണ്ടും ഇങ്ങനെ ഒന്ന് വന്നു. വീണ്ടും ഇതിനകത്ത് കീസ് ഇങ്ങനെ ഇട്ടു. ഇങ്ങനെ ഒരു അനിമേഷൻ കൊടുത്തു. ഇപ്പം നമുക്ക് ബേസിക്കലി നോക്കിയത് ഇങ്ങനെ ഒരു അനിമേഷൻ ആയിരിക്കും ഇപ്പം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അനിമേഷൻ റീട്യൂക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അനിമേഷൻ റീട്യൂക്ക് ചെയ്യാം. ആ ഓഫ്സെറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഓഫ്സെറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓഫ്സെറ്റിനെ കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റാർട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വേണ്ട. ഇങ്ങനെ ഒരു ബേസിക് അനിമേഷൻ ആയിരിക്കും ഇപ്പം എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഏത് രീതിയിലുള്ള അനിമേഷൻ വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഏത് അനിമേഷൻ ആണെങ്കിലും നമുക്ക് ഓക്കെ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഓഫ്സെറ്റ് വന്നു. അപ്പോൾ ഈ എൻഡിനെ നമുക്ക് വേണമെങ്കിൽ സ്വല്പം ഡ്രാഗ് ചെയ്ത് കുറയ്ക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ബേസിക് അനിമേഷനാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞതാ. ഓക്കെ, ഈ ഒരു അനിമേഷനാണ് ഇപ്പോൾ ബേസിക്കലി ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു അനിമേഷൻ മതി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു റീട്യൂക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അനിമേഷൻ റീട്യൂക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും സ്ഥലത്ത് സ്റ്റാർട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇവിടെ കുറയ്ക്കാം. അപ്പോൾ ഓഫ്സെറ്റ് മാത്രം വർക്ക് ചെയ്യും. സ്റ്റാർട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവസാനം സ്റ്റാർട്ട് മതിയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. എത്രത്തോളം സ്റ്റാർട്ട് ലാസ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീക്കി കൊടുക്കുക ഈ ഒരു ഏരിയ. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ അനിമേഷൻ കംപ്ലീറ്റ് മാറി. ഇതാ
ഇങ്ങനെ ഒരു അനിമേഷനായി. ഓക്കെ, ഇവിടെ നിന്ന് ഇതിൻ്റെ വാല്യൂ സ്വല്പം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ സ്വല്പം എന്നിൻ്റെ വാല്യൂ സ്വല്പം കൂട്ടാം. അത് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് അനിമേഷൻ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ബേസിക്കലി അനിമേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയാണ് അനിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു അനിമേഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ടൈറ്റിലും കൂടെ ചെയ്യണം. ബേസിക്കലി ഒരു ടൈറ്റിലും കൂടെ നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കണം. അപ്പം ഇതെന്താണ് ബേസിക്കലി? ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സ്ട്രോക്കാണ്, ഫില്ല് ഇതിൻ്റെ അകത്തില്ല. അപ്പം ഞാൻ ഇതിനെ ഞാനങ്ങ് മിനിമൈസ് ചെയ്തത്. അനിമേഷൻ ചെയ്തത് മനസ്സിലായല്ലോ അല്ലേ? ബേസിക് അനിമേഷൻ സ്റ്റാർട്ട് എൻ്റെ ഓഫ്സെറ്റ് വെച്ചിട്ടാണ് ഞാൻ അനിമേറ്റ് ചെയ്തത്. ഇപ്പം ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് വർക്ക് ചെയ്യുന്നത്? സ്ട്രോക്കാണ് അനിമേറ്റ് ആവേണ്ടത്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രോക്ക് അല്ല അനിമേറ്റ് ആവേണ്ടത്, മൊത്തത്തിലുള്ള സ്കെയിലാണ് അനിമേറ്റ് ആവേണ്ടത്. സോ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടൻസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് റെക്റ്റാങ്കിൾ ഉണ്ട് ഇവിടെ, കാണാമല്ലോ? ബേസിക് റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് നമുക്ക് ബേസിക്കലി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് സൈസ് ഉണ്ട്, കണ്ടോ? ഈ സൈസിനെ നമ്മൾ അനിമേറ്റ് ചെയ്യാവുള്ളൂ, അല്ലാതുണ്ടെങ്കിൽ മൊത്തത്തിൽ സ്ട്രോക്ക് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് സൈസിനെ മാത്രം നമ്മൾ അനിമേറ്റ് ചെയ്യുക. സോ ഞാൻ സൈസിൽ ഒരു പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു. സൈസിൽ എവിടെ നിങ്ങൾക്ക് സൈസ് അനിമേറ്റ് ആവണം അതിനനുസൃതമായിട്ട് സൈസിനെ വലുതാക്കി ചെറുതാക്കി ചെയ്യുക. ഒരു കീ ഇടുക. രണ്ടാമത്തെ കീ ഫ്രെയിമിൽ നമ്മൾ സൈസിന് ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് ഇതുണ്ടല്ലോ കൺസ്ട്രെയിൻ, ആ കൺസ്ട്രെയിൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഏത് ആക്സസിൽ വേണമെങ്കിലും ചെറുതാക്കാം. ഞാനിപ്പോൾ ഈ ഒരു ആക്സസ് ഇതിനെ ചെറുതാക്കി എന്ന് വിചാരിക്കുക. ഇപ്പം നോക്കിയേ, കണ്ടോ? ഇങ്ങനെ ചെറുതായി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ പൊസിഷനും ചേഞ്ച് ചെയ്യാം. പൊസിഷൻ ഒരു കീ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീ ഇവിടെ പൊസിഷനെ സ്വല്പം ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്നൊരു ഫീൽ കിട്ടും. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പൊസിഷനിൽ വന്ന് നമ്മൾ താഴെയുള്ള കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ചിട്ട് ഒരു കീ ഇവിടെ കൊടുക്കാം പൊസിഷന്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കീ ഫ്രെയിം. രണ്ടാമത്തെ കീയിൽ പോയിട്ട് ടോപ്പിലോട്ട് ഡ്രാഗ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ പൊസിഷൻ സ്വല്പം ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് ആക്സസിലോട്ടാണ് പോകേണ്ട ആ ആക്സസിലോട്ട്. അങ്ങനെ അനിമേഷൻ കംപ്ലീറ്റ് ചേഞ്ച് ആവും. മുകളിൽ നിന്ന് വരുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഓക്കെ, അല്ലാതുണ്ടെങ്കിൽ ഫുൾ പൊസിഷനെ മുകളിലാക്കി കൊടുത്താലും കുഴപ്പമില്ല. അതായത് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്ത് വരും. ഇവിടെ നിന്നേ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊസിഷനും അവിടെ ഒന്ന് വർക്ക് ചെയ്യണതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടോപ്പിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ പൊസിഷൻ സ്വല്പം ഇങ്ങോട്ട് നീക്കിയ പൊസിഷൻ കറക്റ്റ് ആ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് നോക്കുക. ഇത് തന്നെയാണ് പൊസിഷൻ്റെ കീ ഫ്രെയിംസ് നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് മുകളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു ഫീൽ കിട്ടും. ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ മാത്രം പിടിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു ഫീൽ കിട്ടും. ഇങ്ങനെ. ഓക്കെ, ആ ഓവർലേ വീണ്ടും ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ആ പൊസിഷനിൽ വലിയ അനിമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പൊസിഷൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയാൻ. പൊസിഷൻ വേണ്ട. ഓക്കെ, ബേസിക് അനിമേഷൻ മാത്രം മതി. ഇങ്ങനെ വന്നിട്ട് റെക്റ്റാങ്കിൾ ആവുന്ന മാത്രം മതി. ഓക്കെ, ഇപ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ബേസിക് അനിമേഷനാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ബേസിക് അനിമേഷനാണ്. ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിൽ തന്നെ ഞാൻ റീനെയിം ചെയ്യുകയാണ്. എൻ്റർ പ്രസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കൊടുക്കുക. ഔട്ട്ലൈൻ ഷേപ്പ് എന്നോ എന്തെങ്കിലും പറഞ്ഞ് ഒരെണ്ണം ഞാൻ റീനെയിം ചെയ്ത് കൊടുത്തു. ഈ ഔട്ട്ലൈൻ ഇനി നമ്മൾ തൊടത്തില്ല. ഈ ഔട്ട്ലൈൻ അനിമേഷൻ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അവസാനം നമുക്ക് എന്തെങ്കിലും എഫക്ട്സോ എല്ലാം കൊടുക്കാം. ഇപ്പോൾ ഒരു ബേസിക് അനിമേഷൻ കണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ളൊരു അനിമേഷൻ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ അകത്ത് വേണ്ട ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കളർ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതും കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ടൈപ്പ് ചെയ്തു. അതിൻ്റെ സ്കെയിൽ എടുത്തു. സ്കെയിൽ ഞാനൊരു 15% ആക്കി. അതിൻ്റെ പിവോട്ട് പോയിന്റ് Ctrl+Alt+Home അടിച്ചിട്ട് പിവോട്ട് പോയിന്റ് കറക്റ്റ് ചെയ്തു. കറക്റ്റ് അലൈൻമെന്റ് കൊടുത്തു. കറക്റ്റ് എവിടെയാണ് ഇരിക്കേണ്ടത് ആ അലൈൻമെന്റ് കൃത്യമായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, എൻ്റെ ബേസിക് അനിമേഷൻ ഇങ്ങനെ അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി Ctrl+D അടിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഓക്കെ, കറക്റ്റ് അലൈൻമെന്റിൽ കൊണ്ടുവയ്ക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ്. അതിൻ്റെ പിവോട്ട് പോയിന്റ് Ctrl+Alt+Home അടിച്ചിട്ട് കറക്റ്റ് ചെയ്യുക. അടുത്തിൻ്റെ പേര് മാറ്റുകയാണ് ഞാൻ ഇവിടെ. ഓക്കെ, ഞാൻ യൂട്യൂബിൽ നിന്ന് ടൈപ്പ് ചെയ്തു. Alt Ctrl Home അടിച്ചിട്ട് കറക്റ്റ് പൊസിഷനിലോട്ട് വെച്ചു. സ്കെയിൽ ചെയ്തു.
അതിനെ ഞാൻ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കുക. എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ 15 ആണ് ഇരിക്കുന്നത്. 15 എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. 15 തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക. അടുത്ത വീണ്ടും എന്ത് ചെയ്യുക, കൺട്രോൾ ഡി അടിക്കുക. അടുത്ത കോപ്പി എടുത്തിട്ട് സ്വല്പം കൂടെ താഴെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റീനെയിം ചെയ്ത് കൊടുക്കുക, ചാനൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ ഓക്കെ ഇപ്പം ഇത് 3 എണ്ണം എന്തായി, എന്താ കറക്റ്റായിട്ട് ഫിക്സ് ആയി 3 എണ്ണം. ഓക്കെ, അലൈൻമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അലൈൻമെന്റ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അത് കൃത്യമായിട്ട് പിടിച്ചോളുക അലൈൻമെന്റ് എല്ലാം. ഓക്കെ, സെന്റർ ആണെങ്കിൽ സെന്റർ, സൈഡ് ആണെങ്കിൽ സൈഡ്, അതിനനുസൃതമായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു അനിമേഷൻ ഉണ്ടല്ലോ, ഈ അനിമേഷൻ നമുക്ക് വേണ്ട. ഈ അനിമേഷൻ ഇപ്പം നമുക്ക് വേണ്ട, കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് അനിമേഷൻ ചെയ്യാനുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇത് മാത്രം പോരാ, ഒരു ലൈൻസും കൂടെ ഇവിടെ, എന്നാലേ ഒരു സുഖമുള്ളൂ, ലൈൻസും കൂടെ. അപ്പം ഞാൻ പെൻ ടൂൾ ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ പെൻ ടൂൾ വെച്ച് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സ്ട്രോക്ക് മാത്രം ഓൺ ചെയ്യുക, ഫിൽ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടൊരു ലൈൻ ഇങ്ങനെ കിട്ടും. കണ്ടല്ലോ, ഒരു ബേസിക് ലൈൻ. ആ ലൈനിനെ എടുത്തിട്ട് നമ്മുടെ ഈ ഷേപ്പ് ലെയർ ഏറ്റവും അവസാനം കിടന്നോട്ടെ, ഷേപ്പ് ലെയറിനെ തൊടേണ്ട ആവശ്യമില്ല. ഈ ഔട്ട്ലൈനിന്റെ മുകളിൽ ഇടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് ഫസ്റ്റ് നമ്മൾ ഏതിനാണ് ഔട്ട്ലൈൻ ഇടുന്നത്, ഔട്ട്ലൈൻ ഷേപ്പ് ഇടുന്നത്, അപ്പം ഇതിനാണ് ഇടുന്നത്. ആ ഔട്ട്ലൈനിനെ എടുത്ത് അതിന്റെ തൊട്ട് മുകളിൽ ഇടുക, കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. എന്നിട്ട് ഔട്ട്ലൈൻ ഷേപ്പ് ബാക്കിലുള്ള ഐറ്റമാണ്, ഷേപ്പ് ലെയർ ആണ്. ഷേപ്പ് ലെയറിന് തൊട്ട് മുകളിൽ ഇടുക. അതാണ് പറഞ്ഞത്, റീനെയിം ചെയ്യണം കേട്ടോ നമ്മൾ എപ്പോഴും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, റീനെയിം ചെയ്ത് പോവാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലൈൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ ASAVG ലൈൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കിടക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക, കൺട്രോൾ D എടുക്കുക, അതിന് താഴെ വയ്ക്കുക, കൺട്രോൾ ഓൾട്ട് ഹോം. അതും ഫ്രണ്ടിൽ മറ്റേത് ശ്രദ്ധിക്കണം കേട്ടോ, കൺട്രോൾ ഓൾട്ട് ഹോം അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം രണ്ടാമത്തത് 2, അതിൻ്റെ യൂട്യൂബിൻ്റെ അതിൻ്റെ തൊട്ട് മുകളിൽ അതിടുക. അപ്പോൾ നമുക്കിതിന് യൂട്യൂബ് ലൈനിൽ നിന്ന് ഇടാം. റീനെയിമിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിന്ന് ലീവ് ആണെങ്കിൽ നാളെ ഒരാൾ വന്ന് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് അവനെടുത്ത് ചെയ്യാൻ പറ്റണം. ഓക്കെ, കൺട്രോൾ D അടിക്കുന്നു, വീണ്ടും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഓക്കെ, കൺട്രോൾ D അടിക്കുന്നു, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് അതിൻ്റെ താഴെ കൊണ്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ട് അലൈൻ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ടോപ്പിൽ ആ ലെയർ ഇടുക. അപ്പോൾ ഇതിൻ്റെ പേര് എന്ത് കൊടുക്കാം, ചാനൽ എന്ന് പറഞ്ഞു കൊടുക്കാം. ചാനൽ ലൈൻ, ചാനൽ _ ലൈൻ. ഓക്കെ, അപ്പോൾ റീനെയിമിങ്ങും പ്രോപ്പറാക്കി. അപ്പം നമുക്ക് ഇത്രയും ഇത് ഈ ഔട്ട്ലൈൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പ്രീ കമ്പോസ് ചെയ്യാം. അതിനു മുമ്പ് ഈ അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ചെയ്യുക കേട്ടോ. കറക്റ്റ് കൃത്യമായിട്ട് എവിടെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ അലൈൻമെന്റ് കൃത്യമായിട്ട് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് തന്നെ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കുക. ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ വന്നേ, ആ ഡ്യൂപ്ലിക്കേറ്റും റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, കറക്റ്റ് എടുക്കുക, അതിൻ്റെ പൊസിഷൻ അടിക്കുക. കറക്റ്റ് പൊസിഷൻ നമ്മൾ കറക്റ്റ് ഏരിയയിലോട്ട് വെച്ച് അലൈൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ചാനലാണെങ്കിൽ ചാനലിൻ്റെ പൊസിഷൻ എടുക്കുന്നു, ചാനലിൻ്റെ പൊസിഷൻ, ലൈനിൻ്റെ പൊസിഷൻ എടുക്കുന്നു. ആ പൊസിഷൻ കൃത്യമായിട്ട് നമുക്കിവിടെ അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റഫായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ഞാൻ അതിലിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. എനിക്കൊരു ചാനൽ മാത്രം സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാനലിന് മാത്രം നമുക്ക് സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യാം. യൂട്യൂബും കൂടെ സ്കെയിൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം അതൊരു വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേയേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്യുക, കൺട്രോൾ A അടിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, തിരിച്ചു പോവുക. എന്നിട്ട് ഈ ഔട്ട്ലൈൻ ഷേപ്പ് ഉണ്ടല്ലോ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനിമേഷനാണ് നമുക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഔട്ട്ലൈനിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാത്തിനും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, പ്രീ കമ്പോസ്. അതിൻ്റെ അകത്താണ് ഇനി അനിമേഷൻ ചെയ്യേണ്ടത്. ഔട്ട്ലൈൻ പുറത്ത് കിടന്നോട്ടെ, കുഴപ്പമില്ല. പ്രീ കമ്പോസ് ചെയ്യുക, അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇതിൻ്റെ അകത്തൊരു ബേസിക് അനിമേഷൻ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ബേസിക് അനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഷേപ്പ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ
നമുക്ക് ഈ ഔട്ട്ലൈൻ ഷേപ്പ് പിന്നെ കണ്ടാൽ മതി. അപ്പം നമ്മൾ പ്രീ കമ്പോസ് ചെയ്ത അനിമേഷൻ എന്ന് പറഞ്ഞ് അനിമേഷന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് കാണാവോ മറ്റേ അനിമേഷൻ? കണ്ടുവിടല്ലോ, ഇപ്പം കണ്ടുവിടാം നമുക്ക്. അപ്പം നമുക്ക് നമ്മുടെ ബേസിക് അനിമേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കണക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം അനിമേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് അനിമേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് Ctrl+A അടിക്കുക, P അടിക്കുക, എല്ലാത്തിൻ്റെ പൊസിഷനും അടിച്ചു വയ്ക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അനിമേഷൻ ചെയ്ത് തീർക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പൊസിഷനിൽ ഒരു കീ ഇടുക. എന്നിട്ട് ഫസ്റ്റ് കീ സ്വല്പം നീക്കി വയ്ക്കുക. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അനിമേഷൻ ചെയ്യാം. എവിടെയാണ് പോവേണ്ടത് ആ ഏരിയയിലോട്ട് നമുക്ക് അതിന് അനിമേഷൻ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, പൊസിഷൻ നമുക്ക് അലൈൻ ചെയ്തിട്ട് എങ്ങോട്ട് പോകണം ആ ഏരിയയിലോട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷനെ നീക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ഇത് എനിക്ക് ബാക്കിലോട്ട് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി കീ വിടുന്നിട്ടുണ്ട്, ഇങ്ങനെ വരും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ പൊസിഷൻ നമുക്ക് അവിടെ അങ്ങനെ വേണ്ട, തിരിച്ചു വിടുക ഇങ്ങോട്ട്. ഓക്കെ, ഇതാകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ്. പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയില്ല എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ പൊസിഷൻ വെച്ച് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിക്കുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൊസിഷൻ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും വൃത്തി. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ചാനലാണ്. ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിൻ്റെ പൊസിഷൻ നമുക്ക് നീക്കി മാറ്റി വെച്ച് കൊടുക്കുക. ഓക്കെ, നീക്കി മാറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു അനിമേഷൻ ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കിതെല്ലാം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യങ്ങളാണ് ഏതാണ് ലൈൻസ്. നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ലൈൻ ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇതിപ്പോൾ ഇത് വന്നതിന് ശേഷം നമുക്ക് ലൈൻ അനിമേഷൻ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ലൈനിൻ്റെ അനിമേഷൻ നമുക്ക് ഇവിടെ ചെയ്യാം, പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നീക്കി വെച്ചു കൊടുത്താൽ മതി. സോ ആദ്യത്തെ കീ ഫ്രെയിൽ ഞാൻ നീക്കി വയ്ക്കുന്നു ബാക്കിലോട്ട്. അപ്പോൾ വരുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ യൂട്യൂബിൻ്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൻ്റെ ലൈനിനെ നമുക്ക് അതിൻ്റെ പൊസിഷൻ അലൈൻ ചെയ്തിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, പൊസിഷൻ ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെ ചെയ്യണേ, എന്നാലും നല്ലതായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കൊക്കെ വീഴാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്, ചാനലിൻ്റെ ആ ഒരു ലൈനും. അത് നമുക്ക് അവിടെ നിന്ന് വരുന്നതുകൊണ്ട് നമുക്കതിനെ തിരിച്ച് ഇവിടെ വെച്ചിട്ട് തിരിച്ചു വെച്ച് കൊടുക്കാം. ജസ്റ്റ് നീക്കുക, ബാക്കിലോട്ടായി കൊടുക്കുക ഇങ്ങനെ. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം കൂടെ നമ്മൾ ചെയ്യണം. ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നല്ലോ, ട്രിം ചെയ്യുക ഈ ഒരു ഏരിയ. ഇതിപ്പോൾ അനിമേഷനെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, അനിമേഷൻ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്നും ട്രിം ചെയ്യാം. നമുക്ക് ആ ഒരു ഏരിയ മാത്രം കണ്ടാൽ മതി. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഏരിയ മാത്രം ജസ്റ്റ് വയ്ക്കുക, ഒന്ന് ട്രിം ചെയ്യുക. സെലക്ട് ചെയ്യുക, കോമിൻ്റെ അകത്ത് കോം ട്രിം ടു റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇതാ കണ്ടല്ലോ, അനിമേഷൻ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ലോ ആയ ഒരു ഫീലുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് ഫാസ്റ്റ് ചെയ്യുക. കണ്ട, ഇതിപ്പോൾ നമ്മൾ റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് ആദ്യമേ ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇത് ഇത്രയും ലെങ്തിൽ വരുന്ന സംഭവം. പിടികിട്ടിയ, നമ്മൾ ഇത്രയും ലെങ്തിൽ പോവേണ്ട ആവശ്യമില്ല. സംഭവം നമ്മൾ നീക്കി വെക്കുന്ന സമയത്ത് നമ്മളെ പൊസിഷനെ ഇത്രയും ലെങ്തിലൊന്നും പോവേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളായിരുന്നത്. എല്ലാത്തിൻ്റെ കേസുമാണ് പറയുന്നത്. എല്ലാം നമുക്ക് അതാണ് നമ്മൾ ആദ്യമേ ചെയ്യണമായിരുന്നു. കുഴപ്പമില്ല, നമുക്കിപ്പോൾ അനിമേഷനെ വലുതായിട്ട് ബാധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയതുപോലെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ട്രിം ചെയ്തില്ലെങ്കിലുള്ള ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും ഇങ്ങനെ പിടിച്ച് അനിമേറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ വലിയ പ്രശ്നമില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ ലൈന് മാത്രം സെലക്ട് ചെയ്യുക, ലൈനിനെ മാത്രം നീക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, അത് കഴിഞ്ഞിട്ട് വരും. എത്രത്തോളം വേണമെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. ജസ്റ്റ് നീക്കിയിട്ട് കൊടുക്കുക. ചെറിയൊരു ഓവർലാപ്പിംഗ് മതി, ഒരുപാട് വേണ്ട. ഓക്കെ, അതുപോലെ അടുത്തതിൻ്റെ ലൈൻ സെലക്ട് ചെയ്യുക, സ്വല്പം നീക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ്. ഓക്കെ, ഇത് തന്നെയാണ്, സ്വല്പം നീക്കിയിട്ട് കൊടുക്കുക. കണ്ടല്ലോ, രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നു. അടുത്ത ചാനലിൻ്റെ അത് നമ്മൾ സെലക്ട് ചെയ്യുക, ചാനലിൻ്റെ ലൈൻ സ്വല്പം നീക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കൊരു ബേസിക് ഒരു അനിമേഷൻ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊസിഷനെ നീക്കിയിട്ട്, അല്ല ഇങ്ങനെ നീക്കിയാലും മതി. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടൊരു അനിമേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഞാൻ പറഞ്ഞു ഈ അനിമേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ എന്താണ് ചെയ്തത്,
ഇത് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അനിമേഷന് ഈ ഒരു പ്രോബ്ലം വരില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ട്രിം ചെയ്തങ്ങ് വിടുക. കാരണം ഈ ഏരിയ മാത്രം നമുക്ക് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് അനിമേഷൻ സ്റ്റോപ്പ് ആവുന്നുണ്ട്. കണ്ടല്ലോ, ഈ ലൈൻ നോക്കി, 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബേസിക് അനിമേഷൻസ് എല്ലാം സ്റ്റോപ്പ് ആവുന്നുണ്ട് ഇല്ലേ, 2 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഒറിജിനൽ മോഷൻ ഗ്രാഫിക്സിലോട്ട് വരാം, തിരിച്ചു പോവാം. എല്ലാം സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം അങ്ങ് തിരിച്ചു പോകും. Ctrl A അടിച്ചിട്ട് എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് തിരിച്ചു പോകും. ഫൈൻ, എല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. വീണ്ടും മോഷൻ ഗ്രാഫിക്സിലോട്ട് വരിക. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ എന്ത് ചെയ്യാം, ചെറുതായിട്ട് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. ആദ്യം അത് പിടിച്ച് ഫിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാത്തിനെയും നമ്മൾ ബാക്കിലോട്ട് വയ്ക്കുക. മറ്റേ അനിമേഷൻ കഴിഞ്ഞിട്ട് മതി. അപ്പോൾ പ്രീ കോമ്പിൽ കയറിയിട്ട് Ctrl A അടിച്ചിട്ട് നമ്മളെല്ലാം സ്വല്പം അങ്ങോട്ട് ബാക്കിലോട്ട് നീക്കി വയ്ക്കുക. ആ ബേസിക് അനിമേഷൻ കഴിഞ്ഞിട്ട് അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റോട്ട് പോവേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, മോഷൻ ഗ്രാഫിക്സിൽ വരിക, ഈ ബേസിക് ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് അനിമേഷൻ മതി എന്നുണ്ടെങ്കിൽ ഇതിനെ നീക്കുക. കണ്ടോ, ഇനഫ്, കണ്ടോ, അങ്ങനെ ആയിരുന്നാലും മതി. അപ്പം നമുക്ക് രണ്ടിലും നമുക്ക് വർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? ഇതിൽ സ്വല്പം കൂടെ നീക്കിയാലും പ്രോബ്ലം ഇല്ല. ഇതെല്ലാം ഇത് വന്ന് കഴിഞ്ഞിട്ട്, ലൈന് വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള അനിമേഷൻസ് വരുള്ളൂ. അപ്പം നമുക്ക് ടൈമിംഗ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അനിമേഷൻ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ റീട്യൂക്ക് ചെയ്യാം ഈ ഒരു ഏരിയ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബേസിക്കലി എത്ര സെക്കൻഡ് നമ്മുടെ അനിമേഷൻ സ്റ്റാർട്ടും സ്റ്റോപ്പും ഉണ്ട്, ഒരു 4 സെക്കൻഡ് അല്ലേ, 4 സെക്കൻഡ് അല്ലേ ഉള്ളൂ. ഈ അനിമേഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കയറുക. അപ്പോൾ ഇതിൻ്റെ അകത്തും എത്ര സെക്കൻഡ് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് എത്ര സെക്കൻഡേ ഉള്ളൂ, 2-2.5 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2-2.5 സെക്കൻഡ് കൂടുതൽ നമുക്ക് ഈ അനിമേഷൻ കാണണ്ട അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എണ്ണടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സെക്കൻഡിലാണ് ഇരിക്കുന്നത്, 4 കൂടുതൽ സെക്കൻഡ് ഉണ്ട്. അത് കുഴപ്പമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഈ ഒരു എൻഡിൽ വന്നിട്ട് ഞാൻ N പ്രസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രിം കോംബ് ടു വർക്ക് ഏരിയ. ഓക്കെ, എന്നാലും നമുക്കിവിടെ പ്രശ്നമില്ല, കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഈ അവസാനം കുറച്ച് ഡ്രാഗ് ഉണ്ട്, അതങ്ങ് നീക്കി അങ്ങ് അവസാനം വരെ ഇട്ട് കൊടുക്കുക. ടൈം സ്ലിഡറിന്റെ അവസാനം വരെ നമുക്ക് കാണണം. ഓക്കെ, ഒരു കാരണവശാലും ഇത് എൻഡ് അടിക്കുന്ന സമയത്ത് നമ്മുടെ ഒറിജിനലിലും ഇത്രയും കാണും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇതിനെ ട്രിം ചെയ്യുക. മനസ്സിലായല്ലോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് ഇത് എടുക്കുന്ന സമയത്ത് ആ അനിമേഷൻ മിസ്സായി പോകും. മനസ്സിലായില്ലേ? ഇവിടെ എന്തെങ്കിലും അബദ്ധം പറ്റി പോയി കഴിഞ്ഞ് ട്രിമ്മായി പോയി കഴിഞ്ഞാൽ ഈ ഒറിജിനൽ അനിമേഷൻ്റെ അകത്ത് വരുമ്പോൾ അത്രയും സെക്കൻഡ്സിനെ അത് ബാധിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് എത്രത്തോളം കാണണോ അത് എത്രത്തോളം കാണണോ എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഇവിടെ ഇത്രയും സെക്കൻഡിലാണ് നമ്മളിവിടെ ട്രിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ അനിമേഷൻ്റെ അകത്ത് ഈ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഈ ഔട്ട്ലൈനും ഈ അനിമേഷനും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലേ. അനിമേഷൻ ഇവിടെ എത്തുമ്പോൾ നമുക്ക് തീരുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെയും ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ടാലോ. ഓക്കെ, ഇങ്ങനെ ഇട്ടാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ സംഭവം? അപ്പം 3 ലെയറിൽ 3 ഇത് ട്രിമ്മും നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ട്രിം ചെയ്യാം. അതിനെ പകരം എനിക്ക് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ ഇതിനെ ഈ ഇത്രയും ഔട്ട്ലൈൻ ഷേപ്പിന്റെ അനിമേഷൻ എത്രത്തോളം വേണം അത്രത്തോളം മതി എന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അനിമേഷൻ ബേസിക്കലി ഇങ്ങനെ കാണിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കൂടെ പ്രീ കോംബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഒരു പ്രീ കോംബ് ഉണ്ട്, ഓൾറെഡി ഒരു ഷേപ്പ് ഉണ്ട്. ഇതിനെ രണ്ടിനെയും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, പ്രീ കോംബ് ചെയ്യുക. ഓക്കെ, പ്രീ കോംബ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുക. ഓൾ അനിമേഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൂടെ ഒരു പ്രീ കോംബിലായി. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഇത് ഇങ്ങനെ നോർമലി ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ വരികയും അത് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അനിമേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്താണ്? ടൈമിൻ്റെ അകത്ത് എനേബിൾ ടൈം റീമാപ്പിംഗ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ഒരു അനിമേഷനും ബാധിക്കില്ല ഇതിൻ്റെ അകത്ത്. ഇവിടെ ഒരു കീ ഫ്രെയിം ഓൾറെഡി ഇവിടെ വീഴുന്നിട്ടുണ്ട്, കാണാവോ? അങ്ങ് അവസാനമാണ് പോയിട്ട് വീഴുന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവസാനം വരെ എൻഡ് വരെ കീ ഫ്രെയിം ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് കീ ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ അവസാനം വരെ ഉണ്ട്, കണ്ടല്ലോ. അവസാനം എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് അതിന് ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതൊരു കീ ഫ്രെയിം അവിടെ കൊണ്ടിട്ടത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് അവസാനം കിടപ്പുണ്ട്. ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടുക. അപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നുണ്ടല്ലേ.
അപ്പം നമുക്ക് ഈ കീ ഫ്രെയിമിനെ അങ്ങ് റിമൂവ് ചെയ്യാം. ഒരു കീ ഫ്രെയിം മതി നമുക്ക്. ഓക്കെ, ഇവിടെ ബേസിക് ആയിട്ടൊരു അനിമേഷൻ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊരു അനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, എനിക്ക് ടൈം റീമാപ്പിന് ഇനി ഇവിടെ കൊണ്ടുവച്ച് കീ ഫ്രെയിം ഇട്ടാൽ മതി. ഈ ഏരിയ മുതലാണ് എനിക്ക് ടൈം റീമാപ്പ് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടൈം എനേബിൾ ടൈം റീമാപ്പ്. ഓക്കെ, ആ കീ ഫ്രെയിമിനെടുത്ത് ഇവിടെ കൊണ്ടിട്ടു. ഇവിടെ ടൈം റീമാപ്പിന് ഒരു കീ ഫ്രെയിം ഉണ്ട്. ഇവിടെ എല്ലാ അനിമേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ടൈം റീമാപ്പിൻ്റെ അകത്ത് വീണ്ടും ഒരു ആഡ് കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ ഇതേ കീ ഫ്രെയിം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഇവിടെയും ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ഒരു ആഡ് കീ ഫ്രെയിം കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ എന്ത് ചെയ്ത് അതിനെ ഞാൻ 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്താൽ എന്ത് പറ്റും നോക്കിയേ. സ്വല്പം അങ്ങോട്ട് നീക്കിയാൽ ഇത് ഞാൻ റിമൂവ് ചെയ്യാം. ഒന്നും കൂടെ റിമൂവ് ചെയ്തിട്ട് അപ്പം 3 ടൈം റീമാപ്പിംഗ് എനിക്കിപ്പോൾ ഉണ്ട്. ഇവിടെ ഞാൻ എത്തുമ്പോൾ എന്തൊക്കെ 0 ആക്കി കൊടുക്കുക. സ്വല്പം കൂടെ അങ്ങോട്ട് നീക്കുക അതിന്. ഓക്കെ, എന്നിട്ട് നമ്മളെ ഈ ഒരു ടൈം റീമാപ്പിന്റെ വാല്യൂ എത്ര നോക്കാം. ഇവിടെ ഇതിനെ റിമൂവ് ചെയ്തിട്ട് 4. ഓക്കെ, ഞാൻ ഇതിനെ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുക. കണ്ടോ, ഇപ്പൊ നോക്കിയേ, മനസ്സിലായോ? ആദ്യം നമ്മളെ മെയിൻ അനിമേഷൻസ് വന്നിട്ട് അനിമേഷൻ റിമൂവ് ആയിട്ട് പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മെയിൻ അനിമേഷൻ വരികയും പിന്നെ ആ അനിമേഷൻ എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, ഈ ടൈം റീമാപ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രം. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അനിമേഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അനിമേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഓൾ അനിമേഷൻസിൻ്റെ അകത്തും എന്താണ് എല്ലാ അനിമേഷൻസും ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അതിനെ റിമൂവും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഓൾ അനിമേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ അനിമേഷൻസ് എന്നുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓൾ അനിമേഷൻ എന്നുള്ള ഒരു കീ ഫ്രെയിം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഈ ഔട്ട്ലൈൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്താലോ, ഈ അനിമേഷൻസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് മോഷൻ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഫുള്ള് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടൈം റീമാപ്പിംഗ് ഇട്ട് കൊടുക്കാം. ടൈം എനേബിൾ ടൈം റീമാപ്പിംഗ്. സോ അതിൻ്റെ അകത്തും അത് വർക്ക് ചെയ്യും. ഇത് സ്വല്പം കൂടെ നീക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ എൻഡിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കീ ഫ്രെയിം കൊടുക്കുക, 0 ആക്കി കൊടുത്താലും സെയിം ആയിട്ട് വർക്ക് ചെയ്യും. കണ്ടോ, ഇതാണ്ട് ഇങ്ങനെ വന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പ്രശ്നം ശ്രദ്ധിച്ച് എന്താണെന്ന്. ബോർഡറിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ കോപ്പി ചെയ്യാം. Ctrl+C Ctrl+V പേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. യു അടിച്ച് നോക്കുക. ഇല്ല, അതിൻ്റെ അകത്ത് വിഴുന്നിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യുക, അതേ കീ ഫ്രെയിമിൽ തന്നെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏത് കൊടുക്കുക, ടൈം എനേബിൾ ടൈം റീമാപ്പിംഗ് കൊടുക്കുക. ഇതിപ്പോൾ ഔട്ട്ലൈൻ ആണ്. ഇതുണ്ട് ടൈം റീമാപ്പിംഗ് എന്ത് പറ്റും, ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടൈം റീമാപ്പിംഗ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും എല്ലാത്തിനും റിമൂവ് ചെയ്യുക, രണ്ടും കൂടെ സെലക്ട് ചെയ്ത് നോക്കാം. രണ്ടും സെലക്ട് ചെയ്യുക, ടൈം എനേബിൾ ടൈം റീമാപ്പിംഗ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പ്രോസസ്സ് ഒന്നും കൂടെ ചെയ്യാം. എല്ലാം കൂടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യാം, എല്ലാം കൂടെ നമുക്ക് പ്രീകോംബ് ചെയ്യാം. പ്രീകോമിൻ്റെ അകത്ത് നമുക്ക് ഓൾ, അതിൻ്റെ അകത്ത് നമുക്ക് അനിമേഷൻ കൊടുക്കാം. ഓളിൻ്റെ അകത്ത്. അപ്പോൾ പിന്നെ എല്ലാം ഒരുമിച്ച് ടൈം റീമാപ്പിന് വരും. മനസ്സിലാവുന്നുണ്ടോ സംഭവം? നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാണ്, ടൈം എനേബിൾ ടൈം റീമാപ്പിംഗ്. അതിൻ്റെ അകത്ത് 2 കീ ഫ്രെയിം വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കീ ഫ്രെയിമിനെ മാറ്റുക, രണ്ടാമത്തെ കീ ഫ്രെയിമിനെ ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കുക. ഉണ്ട്, ഈ ഒരു കീ ഫ്രെയിം വെച്ചിട്ട് ഈ ഒരു ഏരിയ കൊണ്ടുവച്ച് അതിൻ്റെ വാല്യൂ 0. നമുക്ക് വാല്യൂ മാറ്റാം. ഓക്കെ, വാല്യൂ മാറും തോറും കണ്ടോ അതിൻ്റെ അവസാനം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കേ, ഒരു കീ ഫ്രെയിം കൂടെ വന്നു, അതാണ് കണ്ടല്ലോ.
ഒരു കീ ഫ്രെയിം നീക്കി കഴിഞ്ഞതാ വന്നു. ഇനി നമുക്ക് വേണ്ട ഏതാണ്? 0 ആക്കി കൊടുക്കുക. അതിന് റിമൂവ് ആയിപ്പോയി. ഈ കീ ഫ്രെയിം അങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, നമുക്ക് ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് അനിമേഷൻ കാണണം. ഓക്കെ, അപ്പോൾ അത് തുടക്കത്തിലോട്ട് നീക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. അപ്പം ബേസിക്കലി തുടക്കത്തിലുള്ള അനിമേഷൻ എല്ലാം കാണും. അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ആയി പോകും. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, എത്രത്തോളം കാണണം അത്രത്തോളം ഡ്രാഗ് ചെയ്ത് വെക്കുക. ഫൈൻ, അത്രത്തോളം അത് കഴിഞ്ഞോളും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ടൈം റീമാപ്പിംഗ് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും നീക്കാം, മാറ്റിക്കളയാം. അതിനനുസൃതമായിട്ട് അത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ ഒരു പ്രീ കോമ്പിൽ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ആ ലെയറിൻ്റെ അകത്ത് അടുത്ത പ്രീ കോമ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് അടുത്ത പ്രീ കോമ്പ് ഉണ്ട്. ഫൈൻ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഏതായിരുന്നുള്ളത്? ഒരു ഔട്ട്ലൈൻ ബേസിക്കലി ഷേപ്പ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിയത്. എന്താണ്, ഓളിൻ്റെ അകത്ത് നമ്മൾ അനിമേഷൻ എന്ന് പറഞ്ഞൊരു പ്രീ കോമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ്റെ അകത്താണ് ബേസിക് അനിമേഷൻ കൊടുത്തിരിക്കുന്നത്. ആ അനിമേഷൻ്റെ അകത്താണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് അനിമേഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ അനിമേഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് പ്രീ കോമ്പിലോട്ട് കയറാൻ പറ്റും. ഇതാണ് ബേസിക് പ്രീ കോമ്പും ഔട്ട്ലൈനും ഉള്ളത്. ആ ഔട്ട്ലൈൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് അനിമേഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അതാകുമ്പോൾ നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ സെപ്പറേറ്റും അനിമേഷൻ സെപ്പറേറ്റും. അതാകുമ്പോൾ അകത്ത് അനിമേഷൻ്റെ ഔട്ട്ലൈനുമായിട്ട് ഒന്നും നമ്മളെ ബാധിക്കത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാം ഓൾ അനിമേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ടൈം റീമാപ്പ് കൊടുത്തു. അതിൻ്റെ അകത്ത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ട് വന്ന് എന്നിട്ട് ബാക്ക് സ്പേസ് റിമൂവ് ആയിട്ട് എല്ലാം അനിമേഷൻ റിമൂവ് ആയിട്ട് പോയി. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടൈം റീമാപ്പിൻ്റെ വേറെ സ്റ്റൈൽ മോഷൻ ഗ്രാഫിക്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ.